കിച്ചണിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാധനമാണല്ലോ ഇഞ്ചി. ഈ ഇഞ്ചി നല്ല മനോഹരമായിട്ട് എങ്ങനെ പൊടിച്ചെടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോ. അതിനായിട്ട് ഞാൻ കുറച്ച് ഇഞ്ചി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്, നല്ലതുപോലെ കഴുകിയെടുത്തതാണ്. ഇനി ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. നിങ്ങളുടെ അടുത്ത് ഇതുപോലത്തെ ചെറിയ ഗ്രേറ്റർ ഉണ്ടെങ്കിൽ അതിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ ഇഞ്ചി ഗ്രേറ്റ് ചെയ്യുന്ന പണിയൊന്ന് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് വലിയ ടൈപ്പുള്ള ഒരു ഗ്രേറ്റർ എടുത്തിട്ടുണ്ട്. ഇതാകുമ്പോൾ ഇതിൻ്റെ അടിയിൽ വേറെ പാത്രമൊന്നും വെച്ച് കൊടുക്കണ്ട, അതിലേക്ക് തന്നെ വീണോളൂ. അതുകൊണ്ട് ഞാൻ ഇതെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നല്ലതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇത് സീസൺ ടൈമിലൊക്കെ നമ്മളിങ്ങനെ വാങ്ങിച്ചിട്ട് ചെയ്യുവാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. ആ ടൈമിൽ വിലയും പൊതുവേ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ പെട്ടെന്നൊരു കറിയൊക്കെ തയ്യാറാക്കി എടുക്കണമെങ്കിൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കാനൊന്നും പോകണ്ട. അതിന് പകരം നമ്മളിതായി ഈ ഒരു പൊടി ഇട്ട് കൊടുത്താൽ മതി, ഇഞ്ചി വെളുത്തുള്ളി പൊടി ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ മീനും ചിക്കനും ഒക്കെ ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ഇതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളി പൊടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എന്തുകൊണ്ട് നമ്മളിത് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ലാഭം മാത്രമേ ഉള്ളൂ. കാരണം നമുക്ക് പെട്ടെന്ന് നമ്മുടെ പരിപാടിയൊക്കെ തീർക്കാനായിട്ട് പറ്റും. ആ ഒരു ടേസ്റ്റ് കറികളിലൊക്കെ നല്ലോണം കിട്ടുകയും ചെയ്യും. ഞാനിത് ആ ഇഞ്ചി മുഴുവനും ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉണങ്ങാനായിട്ട് വെക്കാം. അപ്പോൾ ഞാൻ സൺലൈറ്റിലാണ് ഇത് ഉണക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഓവനിൽ വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ ഒരു 180 ഡിഗ്രി 15 മിനിറ്റ് വെച്ച് ബേക്ക് ചെയ്തെടുത്താൽ ഇത് നമുക്ക് റെഡിയായി കിട്ടും. അപ്പോൾ നമ്മൾ സൺലൈറ്റിൽ വെച്ച് ചെയ്യുമ്പോൾ നല്ലൊരു കളറൊക്കെ കിട്ടും. എന്നാലും നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ കുറച്ച് ഡാർക്ക് കളറിൽ ഇത് ബേക്ക് ചെയ്ത് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ 2 പ്ലേറ്റിലായിട്ടാണ് ഉണക്കാനായിട്ട് വെക്കുന്നത്. ഒരുപാട് കട്ടിക്ക് വെച്ചാൽ അത് ഉണങ്ങിയെടുക്കാൻ ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ 2 പ്ലേറ്റിലായിട്ടാണ് വെക്കുന്നത്. നമ്മൾ വെളുത്തുള്ളി ഞാൻ പറഞ്ഞല്ലോ ഇതുപോലെ ഇങ്ങനെ ഉണക്കാൻ പറ്റില്ല. ഇഞ്ചി ആണെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്കിത് ഒരു ദിവസം കൊണ്ട് തന്നെ നല്ലതുപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ അത്യാവശ്യം നല്ല ചൂടുള്ളിടത്താണ്, ഏകദേശം 48 ഡിഗ്രി ചൂടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് രാവിലെ വെച്ചിട്ട് വൈകുന്നേരം ആയപ്പോൾ ഇതുപോലെ പൊടിഞ്ഞ് കിട്ടുന്ന രീതിയിൽ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അവിടുത്തെ ചൂടനുസരിച്ച് ഇത് മാറ്റം വരും. എന്തായാലും 2 ദിവസത്തിനുള്ളിൽ നന്നായിട്ട് തന്നെ ഉണങ്ങി കിട്ടും. വെളുത്തുള്ളി പോലെ അത്ര ബുദ്ധിമുട്ടില്ല ഇത് ഉണങ്ങാനായിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇത് കണ്ടോ, ഇത് നമ്മൾ കൈയും കൊണ്ട് പൊടിക്കുമ്പോൾ തന്നെ നല്ലതുപോലെ പൊടിഞ്ഞ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് പൊടിച്ചെടുക്കാനും ഭയങ്കര ഈസിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഇത് പിന്നീട് നമുക്ക് നല്ല യൂസ്ഫുള്ളായിരിക്കും. ഇനി നമുക്കൊരു ഗ്രൈൻഡർ ജാറിലേക്കിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഇതിപ്പം നല്ലതുപോലെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് നല്ല ഫൈൻ പൗഡറായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ ഈ പൊടിച്ചെടുത്തിട്ടുള്ള ജിഞ്ചർ പൗഡർ ഒരു ബോട്ടിലിൽ വെച്ച് സൂക്ഷിക്കാം. അപ്പോൾ ഇത് കുറച്ച് അളവിലൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ പുറത്ത് വെക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഇതിപ്പം ഒരുപാട് അളവിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളത് പുറത്ത് വെച്ചിട്ട് ബാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അപ്പോൾ ആ ഒരു ടേസ്റ്റ് ഒന്നും മാറാതെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരുന്നോളും. അപ്പോൾ നിങ്ങൾ ടൈം ഉള്ളപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി വെക്കുക, നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച ജിഞ്ചർ പൗഡറാണ്. ഇത് കണ്ടോ, ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് ഭയങ്കര ഡാർക്കാണ്. അതുപോലെ തന്നെ സ്മെല്ലും നല്ല ഡിഫറൻസ് ഉണ്ട്. നമ്മൾ പൊടിച്ച ആ ഒരു പൊടി ഉണ്ടല്ലോ, അത് നല്ല ജിഞ്ചറിൻ്റെ നല്ല സ്മെല്ലും അതുപോലെ നല്ലൊരു കളറുമാണ്. അപ്പോൾ നിങ്ങൾ പുറത്തു നിന്ന് വാങ്ങാതെ മാക്സിമം നമ്മൾ തന്നെ പൊടിച്ച് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഈ ജിഞ്ചർ പൊടി ഉപയോഗിച്ചിട്ട് ഒരു ചിക്കൻ മസാല തയ്യാറാക്കുന്നത് കാണിച്ചു തരാം. അതിനായിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് 1/4 ടീസ്പൂൺ അളവിൽ നമ്മൾ പൊടിച്ചെടുത്ത ജിഞ്ചറിൻ്റെ പൗഡറാണ്. ഇത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് വെളുത്തുള്ളിയുടെ പൗഡറാണ്. അത് ഞാൻ ഇഞ്ചി പൗഡറിനെക്കാട്ടിലും കുറച്ചുകൂടി കൂടുതൽ എടുക്കും. അപ്പോൾ ഈ ഒരു ഗാർലിക് പൗഡർ ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനിവിടെ ലിങ്ക് കൊടുത്തേക്കാം, ഒന്ന് കണ്ടു നോക്കൂ. അത് നമുക്ക് ഈസി ആയിട്ട് തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ഗാർലിക് പൗഡറും ജിഞ്ചർ പൗഡറും ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഈസിയാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഇനി നമ്മൾ തൈര് ഒഴിച്ചിട്ടാണ് ഈ ഒരു മസാല മിക്സ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ തൈര് ഒഴിച്ച് കൊടുത്തിട്ട് ഈ മസാല നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്യാനോ ഫിഷ് ഫ്രൈ ചെയ്യാനോ നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപയോഗിക്കുന്ന ഏതൊരു കറിയിലേക്കോ റൈസിലോ ഒക്കെ എല്ലാം നമുക്ക് ഈ പൗഡർ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഞാനിപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് കാണിച്ച് തന്നേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും മറക്കല്ലേ.